ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്തെങ്കിലും ഒരു നല്ല കാര്യം പറഞ്ഞ അതിന് എതിര് പറയാന്നുള്ളത് രാഘവേട്ടനെ ഒരു ജീവിത വൃതാക്കി എടുത്തിരിക്കുക. ശരി, ഞാനെതിര് പറയുന്നില്ല. വരുമാന മാർഗത്തിനായി ബിസിനസ്സുകൾ ചെയ്യാമെന്ന് പറയുന്നു. അതിന് പണം വേണ്ടേ? നീ ഇപ്പൊ കാണിക്കുന്നതിനെല്ലാം അന്നേ നീ പഠിക്കത്തുള്ളേ. അന്നേ നീ ഇതിനെല്ലാം പ്രായച്ചിത്വം ചെയ്യൂ. വേണ്ട ചാ, വേണ്ട. ഇതേ അമ്മയുടെ രാജ്യ, അമ്മയുടെ ലോകം. ഇവിടെ അവര് രാജ്ഞിയായിട്ട് തന്നെ ജീവിക്കട്ടെ. അമ്മയുടെ ലോകത്തെ മറ്റുള്ളവരെ കൊണ്ടൊന്നും ചെയ്യിപ്പിക്കില്ല. നമ്മളെ പോലുള്ളവർക്കൊന്നും ഒരു സ്ഥാനമില്ല. എല്ലാം അവരേലും മാത്രം ഒതുങ്ങും. അങ്ങനെ ആയിക്കോട്ടെ മുന്നോട്ടും. കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല. ഞാൻ ഇറങ്ങാം. എനിക്ക് അവിടെ എത്താൻ നേരം വേണം. ഞാൻ പോവാ. ഭാമേ, നമ്മുടെ വീട് നശിക്കാനുള്ള പ്രധാന കാരണം നിന്റെ വാശി തന്നെ, നിന്റെ അഹങ്കാരം. ഇത്രയ്ക്കായില്ല ഭാമേ, ഇനിയെങ്കിലും ഇതൊക്കെ അവസാനിപ്പിച്ചൂടെ? എല്ലാവരും കൈവിട്ട് ഇനി ആകെ ഈശ്വരൻ മാത്രമാ. നിന്റെ സ്വഭാവം കാരണേ അതും സംഭവിക്കും, അതും സംഭവിക്കും. ഇനിയും നീ കിടന്ന് അനുഭവിക്കാനേ. ഭഗവാനെ, ഞാൻ ഈ ചെയ്യുന്നതൊക്കെ തെറ്റാണോ ശരിയാണോ എന്നൊന്നും എനിക്കറിയില്ല. ഞാൻ ഇങ്ങനെയൊക്കെ ആയിപ്പോയി. ഭഗവാനെ, എനിക്ക് നീ മാത്രമേ ഉള്ളൂ. എന്നെ മനസ്സിലാക്കാനും എനിക്ക് തുണയാകാനും എനിക്ക് നീ മാത്രമേ ഉള്ളൂ. ഇന്നലെ വരെ സംഭവിച്ചതെല്ലാം എന്റെ അഹങ്കാരമായിരിക്കും. ഇപ്പോ ഇവിടെ ഇങ്ങനെ വന്ന് നിൽക്കേണ്ടി വന്നതും അതൊക്കെ കൊണ്ട് തന്നെ ആവാം. പക്ഷെ നാളെ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. ഇന്ന് നിന്റെ മുന്നിൽ വന്നിങ്ങനെ നിന്ന് കരഞ്ഞു പറയുമ്പോ നീ എനിക്കൊരു വഴി കാണിച്ചു തരാറുണ്ട്. അങ്ങനെ ഒരു വഴി നീ എനിക്ക് കാണിച്ചു തരണം ഭഗവാനെ. എന്നെ കുറ്റപ്പെടുത്തുന്നവർക്ക് മുന്നിൽ, എന്നെ അവഹേളിക്കുന്നവർക്ക് മുന്നിൽ എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയുമെന്ന് എനിക്ക് കാണിച്ചു കൊടുക്കണം. അതിനൊരു വഴി എനിക്ക് തരണം. ശൂന്യതയിൽ നിൽക്കുക. വലിയൊരു വട്ടുപൂജ ഈ സത്യഭാമം. അതിൽ നിന്നും എനിക്ക് കരകയറി കാണിച്ചു കൊടുക്കുക തന്നെ വേണം. ആരൊക്കെ കൈവിട്ടാലും എന്റെ ഭഗവാൻ എന്നെ കൈവിടില്ലെന്ന് എനിക്കറിയാം. എങ്കിലും ചോദിക്കുക, എനിക്കിവിടെ പിടിച്ചു നിൽക്കാൻ ഒരു കച്ചിത്തുരുമ്പ് തരണം നീ ഭഗവാനെ. എന്താ രാഘവേട്ടാ? ദേ നമ്മുടെ പിള്ള കുറെ ഭഗവന്മാരെയൊക്കെ സോപ്പിട്ടേ കുറെ പ്രസാദമായിട്ട് വന്നിട്ടുണ്ട്. ചായ ഉണ്ടെങ്കിൽ അയാൾക്കൂടെ എടുത്തോ. അയ്യോ, വേണമെന്നില്ല സാറേ. എന്നാലും അങ്ങനെ അല്ലല്ലോ.
എടോ, ആന മെലിഞ്ഞാലും തൊഴുത്തി കെട്ടാൻ പറ്റത്തില്ലല്ലോ. വീട്ടിൽ വരുന്നവരോടെ അതിൻ്റെതായ ഒരു മര്യാദ കാണിക്കണം. അത് വാടക വീടാലും കാണിക്കണോടോ. അതാ അതിന്റെ ഒരു ശരി. കൂടുതൽ മര്യാദ കാണിക്കണമെങ്കിലേ പാല് വാങ്ങിക്കണം. ദാ, എല്ലാ ഉത്തരവാദിത്തങ്ങളും സ്വയം ഏറ്റോളാന്ന് ഭാമേന്നലെ പറഞ്ഞതല്ലേ ഉള്ളൂ. അതറിഞ്ഞുകൊണ്ട് തന്നെ പറഞ്ഞതാ. ഉം, അതിനുള്ള വഴി ഈശ്വരൻ കാണിച്ചു തരും. ഉം. ചായ കുടിക്ക്. ഇതാ സത്യാമ്മ, ക്ഷേത്രത്തിൽ ഒരു സർവൈശ്വര്യ പൂജ നടത്തി. ഈ വീട്ടിലുള്ളവരുടെ പേരും നാളും പറഞ്ഞാ നടത്തിയത്. ഹ്, ഇനി എന്ത് സർവൈശ്വര്യം ആടോ? ഇതിലും വലിയ പൂജയൊക്കെ നടത്തിയിട്ടല്ലയോ നമ്മളവിടെ കഴിച്ചിരുന്നത്? എന്നിട്ട് അത് കൈവിട്ടു പോയില്ലേ? പിന്നെ എന്ത് സർവൈശ്വര്യ പൂജ? അങ്ങനെ സംഭവിച്ചു പോയതിൽ നിരാശപ്പെട്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ. ജീവിതം ഒരു രാത്രി കൊണ്ട് തീരുന്നതുമല്ല. ഇവിടെ ഇപ്പൊ നമ്മൾ ചിന്തിക്കേണ്ടത് മുന്നോട്ട് പോകാനുള്ളൊരു വഴിയാ. അതിന് എന്ത് ചെയ്യാന്നുള്ളതാ. ഈ ഒരു പ്രതിസന്ധി ഘട്ടം തരണം ചെയ്ത് മുന്നേറാനുള്ളൊരു കച്ചിത്തുരുമ്പ് അതെങ്ങനെ ഒപ്പിക്കാന്നുള്ളതാ. അതാണ് നമ്മളിപ്പോ ആലോചിക്കേണ്ടത്. പിള്ള എന്താ ഉദ്ദേശിക്കുന്നത്? വരുമാനത്തിന് നമ്മൾ ഒരു മാർഗം കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ഒരു ചെറിയ ബിസിനസ് സംരംഭം ചെറിയ തോതിൽ തുടങ്ങി പച്ച പിടിപ്പിച്ചെടുത്തത് മുന്നോട്ട് കൊണ്ടുപോയാൽ മതി. അത് നല്ലൊരു കാര്യമാണ്. ഇതാര് ചെയ്യും? അതിനുള്ള ആളോർത്തൊക്കെ നമുക്കുണ്ടോ? പിന്നെ ഇതിനെല്ലാം പണവും മുടക്കണ്ടേ? അതിനൊക്കെ ആരുടെ കയ്യിരിക്കുന്നത്? അവിടുന്ന് ഇങ്ങോട്ട് പോരുമ്പോ കൈധനമായി സൂക്ഷിച്ചിരുന്നതേ ഒരിക്കലും ചെലവാവാത്ത, ആർക്കും വേണ്ടാത്ത കുറെ ദുരഭിമാനങ്ങൾ മാത്രമാ. പിന്നെ ഞാൻ എന്ന ഭാവവും. അതൊക്കെ എന്ന് ഭാമയുടെ മാറ്റുന്നോ അന്നേ ഭാമ രക്ഷപ്പെടത്തുള്ളൂ. എന്തെങ്കിലും ഒരു നല്ല കാര്യം പറഞ്ഞ് അതിന് എതിര് പറയാന്നുള്ളത് രാഘവേട്ടനെ ഒരു ജീവിത വ്രതമാക്കി എടുത്തിരിക്കുക. ശരി, ഞാനെതിര് പറയുന്നില്ല. വരുമാന മാർഗത്തിനായി ബിസിനസ്സുകൾ ചെയ്യാമെന്ന് പറയുന്നു. അതിന് പണം വേണ്ടേ? അതിനുള്ള വഴി എന്തുവാ? അതിനുള്ള മറുപടി താ നീ എനിക്ക്. അതെ, ഈ വീട് സുബേർക്കാൻ്റെതല്ലേ? ഒരൊറ്റ ലോറി ഓടിച്ചോണ്ട് ഈ വീട്ടിൽ നിന്ന സുബേർക്ക ഈ കാണുന്ന സമ്പാദ്യം എല്ലാം ഉണ്ടാക്കിയത്. അതുകൊണ്ട് ഇവിടെ നിന്ന് എന്ത് തുടങ്ങിയാലും അത് രക്ഷപ്പെടാതെ ഇരിക്കില്ല സാറേ. പിള്ള ഇപ്പോഴും എന്ത് തുടങ്ങണമെന്നോ അതിനുള്ള വരുമാന മാർഗം എന്താണെന്നോ ഒന്നും വ്യക്തമാക്കിയിട്ടില്ല. നമുക്ക് ബ്ലോക്ക് വഴി കുടുംബശ്രീ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന ഒരു ലോണ് നമുക്ക് പാസ്സാക്കി എടുക്കാം. അതാവുമ്പോ തീരെ ചെറിയ മുതൽ മുടക്കിൽ അതിന്റെ ഒരു യൂണിറ്റ് ഈ വീട്ടിൽ തന്നെ തുടങ്ങാനും പറ്റും. ഈ കുടുംബശ്രീ ഉൽപ്പന്നങ്ങൾ എന്നൊക്കെ പറയുമ്പോ പലഹാരങ്ങൾ എന്തും ആകാം. അച്ചപ്പോ, കുഴലപ്പോ, അതല്ലെങ്കിൽ മുറുക്കോ, മിച്ചറോ, അങ്ങനെ എന്തും. ആദ്യം കുറച്ച് സാധനങ്ങൾ ഒന്നിച്ചെടുത്തിട്ട് ചെറിയ പാക്കറ്റിലാക്കി വിറ്റു തുടങ്ങിയാൽ മതി. അതിന്റെ വരവ് ചെലവ് എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് പിന്നീട് അത് വിപുലീകരിച്ചാൽ മതി. ബെസ്റ്റ് ബെസ്റ്റ് ബെസ്റ്റ്